ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവന്നില്ല. അതായത് ഒരു ട്രാവൽ വ്ലോഗോ ഒരു കുക്കറിങ് അതൊന്നും അല്ല. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ഗെയിമിങ്ങിൻ്റെ ഇതിലേക്ക് വന്നതാണ്. നമ്മളെ ചാനൽ ഒരു ട്രാവലിൻ്റെ മാത്രമല്ല, മൊത്തം എല്ലാ ഇതും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ ഒരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ കൊണ്ടുവന്നില്ല. അപ്പോൾ പേര് കണ്ട പോലെ തന്നെ നമുക്ക് GTA 5 എങ്ങനെ മൊബൈലിൽ കളിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കളിക്കുന്നതിൻ്റെ പ്ലേ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് മൗണ്ട് ചില്ലടിക്കുക, അതായത് പെലോട്ടോ ടൗണിൽ എടുത്തിരിക്കുന്ന മൗണ്ട് ചില്ലടിക്കുക ഞാൻ പോണൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ കളിക്കണ പോലെ നമുക്ക് ആ ഒരു അത്രയ്ക്ക് നമുക്ക് ഫുള്ളായിട്ട് കൺട്രോൾ കിട്ടില്ല. നമുക്ക് ജസ്റ്റ് കാർ ഓടിക്കാം, മെഷീൻ കളിക്കുക, അപ്പോൾ നമുക്കൊരു ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് GTA 5 നമുക്ക് മൊബൈലിൽ കളിക്കാം. അപ്പോൾ ഇതിന് നെറ്റ് നല്ല സ്പീഡായിട്ട് വേണം. അപ്പോൾ നെറ്റ് സ്പീഡ് കമ്മിയാവുന്ന ടൈമിൽ ചെറിയൊരു ലാഗ് ഉണ്ടാവും, അതായത് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന മാതിരി. അപ്പോൾ ഞാൻ കൺട്രോളൊക്കെ ചെറിയൊരു റിസ്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം. നമുക്ക് ഇതിൽ കൺട്രോളൊക്കെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ തന്നെ ഉണ്ട്, നമ്മൾ കാർ എടുത്തിട്ട് തന്നെ പോവാം. അപ്പോൾ വഴി നോക്കിയാലും നമുക്ക് കാർ എടുക്കാൻ പറ്റും. ഇടയ്ക്ക് ചെറിയൊരു ലാഗ് ഉണ്ടാവും, എന്താ വെച്ചാൽ നെറ്റ് സ്പീഡ് കമ്മിയാകുമ്പോൾ നമുക്ക് ഗെയിം ഒരു ലാഗ് വരുന്നൊരു ഇതുണ്ടാവും. ജസ്റ്റ് യൂട്യൂബ് വീഡിയോ കാണുന്നവർ ഒരു ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് PC യിൽ കളിക്കുന്ന ആ ഒരു അത്ര പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഈ 40 GB ഗെയിം നമുക്ക് മൊബൈലിൽ കളിക്കാം. പക്ഷെ അത്ര GB ആവശ്യം നമുക്ക് മൊബൈലിൽ ഇല്ല. പക്ഷേ പറയാം, അത്ര GB ഒരു ഗെയിം നമുക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് മൗണ്ട് ചില്ലടിക്കാണ് തോന്നുന്നത്. അതായത് അവിടെ പോകണമെങ്കിൽ നമുക്ക് മാപ്പൊന്നും നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് മാപ്പിൽ നോക്കി സഞ്ചരിക്കാം. അപ്പോൾ മാപ്പിൽ നോർത്തിലാണ് നമുക്ക് മൗണ്ട് ചില്ലാടുള്ളത്. അത് ഞാൻ അതിനു മുമ്പ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തണം, അതിന് കുറച്ച് ദൂരം ഇവിടെ പോകാനുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയണ്ട, നമുക്ക് അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി, അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ സ്ട്രീം ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇതിൽ ക്വാളിറ്റി, അതായത് നമ്മളെ ഗെയിമിൻ്റെ ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്തിട്ട്, അതായത് 120 1080 ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും കമ്മിയാക്കി വെച്ചാണ്, കാരണം നെറ്റ് കൂടി കമ്മിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലോഡാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് എങ്ങനെ നമുക്കിത് മൊബൈലിൽ കളിക്കാമെന്നുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതിൽ ഒരേ ടൈം ഇൻറ്റേർണൽ വോയിസും അതായത് എക്സ്റ്റേണലേക്ക് മൈക്കിൽ സംസാരിക്കുന്ന വോയിസും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഏകദേശം വേറെ ഫോണിലൊരു റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിലും ഏകദേശം ക്ലയൻ്റെ ഒപ്പം തന്നെ ഞാൻ സംസാരിച്ചിട്ടൊരു ലൈവായിട്ടുള്ളൊരു മറ്റൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊരു SUV മാരുത്ത വണ്ടിയൊക്കെ വെച്ചാൽ നമുക്ക് അതിലോട്ട് കയറാൻ പറ്റുള്ളൂ. കാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടായിട്ടും ഇതൊക്കെ ആയിട്ടും ഫോണാണ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ദൂരം പോവാണ്ട്. ജസ്റ്റ് മാപ്പ് നോക്കി നമുക്ക് നോർത്ത് പിടിച്ച് പോയാൽ നമുക്ക് പെലോട്ടിൽ എത്താൻ പറ്റുന്നതാണ്. അത് അധികം സംസാരിച്ച് ഇതാക്കണില്ല, അപ്പോൾ നേരെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് വീല് ഇടിച്ചിട്ട് അവിടെ ജാമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വണ്ടി എടുക്കാം. ഇറങ്ങി
അപ്പോൾ കുറേ നേരം നമ്മൾ റോഡിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് ആക്കിയിട്ട് നമുക്ക് കുടുക്ക് വഴി കൂടെ ഒന്ന് വിട്ടോക്കാം. കുടുക്ക് വഴി ഷോർട്ട് കട്ട് വന്നു തന്നെയാണ്, എന്നാലും നമുക്ക് ഷോർട്ട് കട്ട് കൂടെ ഒന്ന് വിളിക്കാം. നോക്കണ്ട. അപ്പം സംഭവം ഒരു രക്ഷയില്ല. നമുക്ക് മൊബൈലിൽ ഞാൻ പറയാം, എന്നാലും മൊബൈലിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. അപ്പം സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ അടിപൊളിയോ ഉറച്ചോനെ നിങ്ങൾ കാത്തോളി രക്ഷപ്പെടുത്തി. ജസ്റ്റ് കാറൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ ജസ്റ്റ് കാറ് തല തന്നെ ഇടിച്ച് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാറ് കൊടുക്കും. ജസ്റ്റ് നമ്മൾ ജസ്റ്റ് മിസ് നമ്മൾ രക്ഷപ്പെടുത്താണ്. അപ്പോൾ ഗ്രാഫിക്സൊക്കെ ഒരു രക്ഷയില്ല. ഇനി ക്ലാരിറ്റി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ സ്ഥലത്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ജിയോയ്ക്ക് റേഞ്ച് കമ്മിയായതുകൊണ്ടാണ് ഞാൻ 450 വെച്ച് ക്ലാരിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലാണ് നമ്മളെ മൗണ്ട് ചില്ലാറ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫോൺ വയ്ക്കുന്ന ഒരു പുഴയൊക്കെ നീന്തി കിടക്കാണ്ട്. അപ്പോൾ പുഴയിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സംഭവം. പുഴയിൽ അവിടെ നമുക്ക് ബോട്ടൊക്കെ ഉണ്ടാവും, ബോട്ട് എടുത്ത് വിട്ടാലും മതി. അപ്പോൾ ഈ കാറ് മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും അയാളോട് കൂടി രക്ഷപ്പെട്ടു. പിന്നെ രക്ഷയില്ല, പിന്നെ ഈ കാർ തന്നെ എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നേരെ ഇനി ബീച്ചിലേക്ക് പിടിക്കണം. ബീച്ചിൽ നിന്ന് നമുക്ക് നേരെ ഒരു ബോട്ട് എടുത്തിട്ട് തന്നെ വിടാം. അപ്പോൾ ഞാൻ കളിക്കുന്ന, അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മളിത് സിസ്റ്റം കണക്ട് ചെയ്താണ്ട് ഞാൻ അത് സിമുലേഷൻ ചെയ്യാണ് മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറണ്ട ഇപ്പോൾ പറയും. അപ്പോൾ അതല്ല, ഇത് ക്ലൗഡ് ഗെയിമിംഗ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ക്ലൗഡ് ഗെയിമിംഗ് എന്താണെന്ന് അറിയുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അടുത്ത വീഡിയോ കുറേ വീഡിയോസ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ട്രാവലിംഗ് മാത്രമല്ല, എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവരെന്താ വെറുതെ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോക്കൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് തോക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് കളി തുടങ്ങുമ്പോൾ ഒരു 50,000 എത്ര പൈസ നമുക്ക് തരും. അതൊന്ന് യൂസ് ചെയ്ത് ജസ്റ്റ് നാളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തോക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ ബോട്ടുണ്ടാവും. അപ്പോൾ ഈ പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്. പോലീസ് ഒരു രക്ഷയില്ല. പോലീസ് ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ആക്കണം. അവിടെ മാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവർ വെട്ടി കൊണ്ട് ഒരു രക്ഷയില്ല. നേരെ പുഴയ്ക്ക് ഇറങ്ങി നീന്തുക, അല്ല വേറെ വഴിയില്ല. ഇനി പുഴയിൽ കൂടെ വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ GTA San Andreas Vice City ഒക്കെ ആണെങ്കിലും 1 സ്റ്റാർ ആണെങ്കിലും നമുക്ക് പുഴയ്ക്കൊക്കെ പോയാൽ അവിടെയൊക്കെ വരും ജാതികൾ. അപ്പോൾ നേരെ അവിടെ ഒരു ബോട്ട് കണ്ടെന്ന് കരയുന്നു. ബോട്ട് തന്നെ വിചാരിക്കും ഞാൻ അവിടെ എത്തുമ്പോൾ വേറെ എന്തെങ്കിലും ആവാറുന്ന മതി. ആയാൽ ഇനി അതുവരെ നീന്തട്ടെ വരും. അപ്പോൾ നേരെ പിടിച്ച് ബോട്ടിൽ കയറിയിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോകണം. സ്റ്റാർ പോകുന്നില്ലല്ലോ. പോലീസ് വണ്ടി കാണാം, കണ്ടിട്ട് ബോട്ട് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ. അത് ചിലപ്പോൾ ഭയങ്കര നോയ്സ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഇവിടെ റൂമിൽ ഫാനിട്ടതിൻ്റെ നോയ്സാണ്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി ബെറ്റർ ആക്കുന്നതാണ്. ഏത് ചെങ്ങി ഇറങ്ങി പോകുന്നത്. അപ്പോൾ അങ്ങനെ ബോട്ട് കിട്ടി. ഇനി നേരെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർ പോകുന്നില്ല. ആ സ്റ്റാർ പോയി. അപ്പോൾ പോലീസിൻ്റെ ഏകദേശം കണ്ണെന്ന് വെട്ടിച്ച ഒരു പോലീസിൻ്റെ അവിടെ ഒരു സിമ്പിൾ ഇത് കാണിക്കുന്നത് നമുക്കൊരു പോലെ വിഷൻ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിരുന്നാൽ നമുക്ക് രക്ഷപ്പെടും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ അവർ തേടി പിടിച്ച് വരും ചെയ്യട്ടോ.
ഇവിടെ ഇവിടെ കരയില്ലേ അപ്പോൾ നേരെ കയറ്റി ഇറങ്ങ. ആ അപ്പം ഇതൊന്ന് ചാടുമ്പോഴൊക്കെ തലയൊക്കെ ഇടിച്ച് വീണ നല്ല റിയാലിറ്റിയാണ്. നമ്മൾ GTA 5 എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൊബൈലിൽ നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു രക്ഷയില്ല. നമുക്കൊരു വണ്ടി വന്നു, അതൊക്കെ പഠിച്ചോണം. നമുക്കുള്ള വണ്ടി വന്നു. ഇറങ്ങ കൂട്ടാം, ഇറങ്ങ. നേരെ വണ്ടി വളർത്തി നമുക്ക് ബാക്കോട്ട് പിടിക്കണം. അപ്പോൾ അത് ഇതിൽ നമുക്ക് കുറച്ച് കാട്ടുകൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്. അതായത് പുലി, മറ്റേ ക്യാറ്റ്, കുറുക്കൻ, ഇതൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ നേരെ ഷോർട്ട് കട്ട് പിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പോകുമ്പോൾ വണ്ടി ചാടിയ വണ്ടീൻ്റെ ബ്രേക്ക് വീല് ജാമായിട്ട് വണ്ടി പിന്നെ മൂവ് ആവില്ല. കുടിക്കണം. മറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടാരത്തിൻ്റെ വീട് ജാമായിട്ടുണ്ട്. അല്ല, അതിൻ്റെ സ്പീഡ് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി നമുക്ക് ആ വണ്ടി എടുക്കാം. നിർത്തി കയറി ഒന്ന് മാറി നിൽക്കട ചവി. ബാക്കിലേതൊരു വണ്ടി പോയി ഒന്ന് മാറിക്കട. അപ്പോഴേക്കും നമ്മളെ കാറ് കാണാമല്ലോ, നമ്മൾ നിർത്തിയ കാറ്. അതാരും കൊണ്ടുപോയി ബൈക്ക്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോകണം. ഈ ഓഫ് റോഡൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് കൂടെ പോകണം. കുറച്ച് പെട്ടെന്ന് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ മൗണ്ട് ജില്ല. അപ്പോൾ അതിൻ്റെ മണ്ടേക്ക് കയറണം. അപ്പോൾ മണ്ടേക്ക് കയറണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി പോവാം, റൈറ്റ് സൈഡിൽ കൂടി പോവാം. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ ഭയങ്കര ടഫായിട്ടുള്ള റോഡാണ്. കുറച്ച് റിസ്ക്കായിട്ട് കാരണം മേലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ലക്ഷം കൂടെ കയറി നോക്കിയിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോവാം. അടിപൊളി. കയറി കൂട്ടാ, കയറൂലേ? അപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഇവിടെ കുടുങ്ങി. അപ്പോൾ ഇനി അടുത്ത വണ്ടി എടുക്കണം. ഇത് വണ്ടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ നെറ്റിൻ്റെ കാരണം ബഫറിങ് മാതിരി ഒരു ഇത് വരുന്നുണ്ട്. അത് നെറ്റ് സ്പീഡിലായിട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ക്ലൗഡ് ഗെയിമിങ്ങിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം ക്ലൗഡ് ഗെയിമിങ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഏതാ ആപ്ലിക്കേഷൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് ഇപ്പോൾ നമുക്ക് കളിക്കണമെങ്കിൽ എത്ര പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എത്ര പേയ്മെൻറ്റ് അടച്ചു, എങ്ങനെയൊക്കെ കിട്ടി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറടിച്ച് ട്രാക്ടർ അതെടുക്കണം. ട്രാക്ടർ ഓടിച്ചിട്ടുണ്ട്. ട്രാക്ടർ
അപ്പോൾ നമുക്ക് യൂട്യൂബ് തുറന്നാൽ നമുക്ക് യൂട്യൂബിൽ GTA 5 മൊബൈൽ നമുക്ക് അടിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ കാണാം. അപ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പും ഫേക്കുമാണ്. കാരണം മൊബൈലിലേക്ക് ഇതുവരെ GTA 5 ഇതുവരെ മൊബൈലിലേക്ക് ഇറക്കിയിട്ടില്ല. കാരണം റോക്സ്റ്റർ ഗെയിംസ് ഒഫീഷ്യലായിട്ട് ഇതുവരെ GTA 5 മൊബൈലിലേക്ക് ഇറക്കിയിട്ടില്ല അതന്നെ. അപ്പോൾ ഇഷ്ടംപോലെ ബംഗാളീസ് ബായ് ക്യാ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അതൊക്കെ ഫേക്കാണ്. പിന്നെ കുറേ എണ്ണം GTA സാൻഡ്രസിൻ്റെ മോഡ് ചെയ്തിട്ട് വിസ വെർഷൻ 2 വെർഷൻ 3 എന്നൊക്കെ പറഞ്ഞിട്ട് മോഡ് ചെയ്തിട്ടുള്ള വെർഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെയും GTA 5 എന്ന് പറയില്ല, പക്ഷേ GTA സാൻഡ്രസ് മോഡാണ്. പക്ഷേ GTA 5 കാരണം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രം കാണിച്ച് വേറെ ഒന്നും കാണിക്കില്ല. ലോഡിങ് സ്ക്രീൻ കാണിച്ചാണ്ട് വീഡിയോ കട്ടാക്കാൻ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. GTA 5 മൊബൈലിൽ എങ്ങനെ കളിക്കണമെന്നില്ല വീഡിയോ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ Redmi Note 6 Pro. പശു ഇടിക്കും. അപ്പോൾ നമുക്കിനി വേറെ കാർ എടുക്കണം. ഈ പണ്ടാറം വെച്ച് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയാൽ ഫ്രണ്ടിൽ നമുക്കൊരു ഹൈവേ കാണില്ല. ഹൈവേയിൽ നിന്ന് കാർ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോനെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ പാട്ട കാറൊന്നും വേണ്ട, ഒന്നില്ലെങ്കിൽ SUV വേണം, അല്ലെങ്കിൽ ഒരു ജീപ്പ് വേണം. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കയറാൻ പറ്റും. കാറാണെങ്കിൽ ഒരു രക്ഷയില്ല, സ്പീഡിൽ വണ്ടി തെറിച്ച് പോവുകയും ചെയ്യും. അവിടുന്ന് മേലേക്ക് ഫുള്ളായിട്ട് ഒരു ഓഫ് റോഡ് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത് കയറണമെങ്കിൽ നമുക്കൊരു കാറ് നടക്കില്ല, ഒരു SUV അങ്ങനത്തെ വലിയൊരു മോഡൽ വണ്ടി വേണം. ഈ വണ്ടിയൊന്നും വേണ്ട, പോ ചാടം കിട്ടി കഴിഞ്ഞാൽ എന്താ ചാടാത്ത അതാ ഈ വണ്ടി തന്നെ നമുക്ക് വേണ്ടേ. ഇത് കമ്മിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇറങ്ങിപ്പോയി അത് വണ്ടി എവിടെയെങ്കിലും തട്ടി നൈറ്റൊക്കെ എവിടെയും തട്ടി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓട്ടിയാൽ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തട്ടാതെ കൊണ്ടുപോകണം. എന്നാൽ നമുക്ക് മല കയറാൻ തുടങ്ങാം. ഒരു രക്ഷയില്ല, ഒരു നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് പൊട്ടാതെ തന്നെ നോക്കണം. കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ നമുക്ക് മൊബൈലിൽ അത്ര കൺട്രോളായിട്ട് കിട്ടില്ല. കാരണം ഇവിടെ ആ ജോയ്സ്റ്റിക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കണേ. കുറേ കഴിഞ്ഞിട്ട് വണ്ടി വളയണേ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കി മാക്സിമം സ്ലോ ആയിട്ട് കയറുള്ളൂ. അപ്പോൾ വീഡിയോ കുറച്ച് ലാഗ് ആവും. അപ്പോൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണാം. ഞാൻ എന്തായാലും കുറച്ച് വീഡിയോ ഇവിടെ നിന്നിട്ട് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം.
ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ നിന്നുള്ള ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇത് അടിക്കൽ വഴി ഇതല്ല നേരെ മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ മേലേക്ക് നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് പാരച്യൂട്ട് അതേമാതിരി ഒരു റാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ നമുക്ക് അടിച്ച് മേലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ കാണിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്ക് എത്തണം. നമ്മളെ വണ്ടീൻ്റെ ഒരു ലൈറ്റ് പോയല്ലോ. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് കുറേ വട്ടം കയറാൻ നോക്കിയിട്ട് ഇതുവരെ 2 പ്രാവശ്യം ഞാൻ അതിനെ വണ്ടിക്ക് എത്തിയിട്ടുള്ളൂ. ഒന്നിൽ കാറ് കയറുന്ന വഴിക്കും അവിടെ നിന്ന് അടിക്ക് പോയിട്ട് കാറ് പൊട്ടിത്തെറിച്ച് പോകും, അല്ലെങ്കിൽ മണ്ടയിലെത്തൂല. അപ്പോഴേക്ക് തന്നെ ഞാൻ കളി നിർത്തും. അത് നെറ്റിൻ്റെ സ്പീഡിൻ്റെ പ്രശ്നമാണ്. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നെറ്റ് സ്പീഡില്ല ഒരു നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അതായത് ഇവിടെ ജിയോ നെറ്റ്വർക്ക് സ്പീഡ് അങ്ങനെയാണെന്നല്ല, പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് സ്പീഡ് കമ്മിയാണ്. അപ്പോൾ നമുക്കിതിന് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് GTA 5 അതൊക്കെ എല്ലാവർക്കും അറിയണമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു, നമുക്ക് ആ മൊബൈൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം. അതേമാതിരി മൊബൈലിൽ നിന്ന് നമുക്ക് ഗെയിം പ്ലേ എവിടെ വെച്ചാൽ അവിടെ വെച്ച് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി 2-3 ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മളെ ഗാലറി പറഞ്ഞാൽ ഫോണിൻ്റെ ഗാലറി അല്ല, നമ്മളെ മൊബൈലിൻ്റെ ഗാലറി അല്ല, നമുക്ക് ഈ ഗെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഗാലറി ഉണ്ട്. അതായത് സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഗാലറി ഒക്കെ കിട്ടും. അതിന് ഈ മേലത്തെ ബാക്ക് ബട്ടൺ നെക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കളിക്കാമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാം, സേവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നോക്കുക, ആകാശക്കാഴ്ച ഒരു രക്ഷയില്ല. GTA 5 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വപ്നമായിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒരു ട്രെയിലായിട്ട് നമുക്ക് മൊബൈലിലൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ അത് നമുക്ക് മൊബൈൽ അപ്പോൾ ചിലർ ഇത്രയും പൈസ കൊടുത്ത് കളിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പുറത്ത് നമുക്ക് കഫേയിൽ ഇവിടെയൊക്കെ പോയി കളിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മണിക്കൂർ നമ്മൾ 100 രൂപയൊക്കെ വെച്ചാണ് അവിടെ നമ്മളിവിടെ ഈടാക്കുന്നത്. അപ്പോൾ അതിന് PSP ആണ്. PSPയിൽ നമുക്ക് ഇതേ സെയിം ഇത് കളിക്കാൻ പറ്റും. ഒരു ചീറ്റ് പോലും അടിക്കാൻ പറ്റില്ല. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് കാർ ഓടിച്ച് ജസ്റ്റ് ഈ ജോയ്സ്റ്റിക്കൊക്കെ വെച്ച് കളിക്കണ പോലെ തന്നെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് മൊബൈലിൽ തന്നെ കളിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊബൈലാണെങ്കിൽ അടുത്ത് നമ്മൾ ക്യാഷ് കളഞ്ഞ് ആകെ 1 മണിക്കൂറിന് വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ 1 മാസത്തേക്കുള്ള ഓഫറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 1 മാസത്തേക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് എമൗണ്ടൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ അത് വീണ്ടും ആവർത്തിച്ച് പറയണേ, മടുപ്പിക്കണില്ല. അപ്പോൾ ഇനി വല്ലാതെ വീഡിയോ ഇപ്പം തന്നെ ഓവറായിട്ടില്ല, കുറേ ലെങ്തി ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി വല്ലാതെ ഇതാക്കണില്ല. അപ്പോൾ നമുക്ക് നേരെ എന്നാൽ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോ ഞാൻ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നതിന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്കൊന്നുകൂടി മെച്ചപ്പെടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി വെക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി നിൽക്കുക. എന്നാൽ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.